ഹലോ, എനിക്കിന്ന് ഓഫാണ്. ഇന്ന് മൺഡേ ആണ്, പക്ഷെ ഓഫാണ്. അപ്പോൾ നിഷ വർക്ക് ചെയ്യണത്. അപ്പോൾ നിഷനെ കാണാൻ വേണ്ടി പോവാണ്. നിഷ ഏകദേശം ഒരു 3:30 വർക്ക് ചെയ്യും. അപ്പോൾ സെൻട്രൽ ലണ്ടനിൽ ഒരു സ്ഥലമുണ്ട്, പിൽമ്രോസ് ഹിൽ എന്ന് പറഞ്ഞിട്ട്. നല്ല കിടിലൻ സ്പോട്ടാണെന്നാണ് കണ്ടത്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറച്ച് ടൈം നിഷനായിട്ട് സ്പെൻഡ് ചെയ്യാൻ നൽകി. നിഷ വർക്ക് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് സെൻട്രൽ ലണ്ടനിലാണ്. അപ്പോൾ അവിടെ പോയി അവളെയും പിക്ക് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് കറങ്ങാമെന്ന് കരുതി പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ദുബായിൽ നിന്ന് ലണ്ടനിലെത്തിയതിനു ശേഷം നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് തോന്നുന്നു. കാരണം ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്നും കൂടി ആസ്വദിക്കാൻ പറ്റി. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും അത്ര അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നില്ല. അവിടെ പോയിട്ട് അവിടുത്തെ ചൂടൊക്കെ കണ്ടപ്പോഴേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല സ്വർഗത്തിൽ വന്ന ഫീലാണ്. എന്താ തണുപ്പ്, നല്ല തണുപ്പും നൈസ് വെതറപ്പൂടെ. അതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കും. പോവാനുള്ള ബസ് വന്നേ. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ പാർക്ക് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല നൈസ് കളറാട്ടോ. നല്ല ഡേ ലൈറ്റിൻ്റെ നല്ല വാം കളറാണ് പാർക്ക് മൊത്തം. പിന്നെ മാത്രമല്ല ലണ്ടനിലെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ഈ ടൈമിൽ. നല്ല നൈസ് വെതറാണ്. ദുബായിൽ നിന്ന് വന്നുകൊണ്ട് അറിയില്ല, വെതറൊക്കെ ഡേ വെതറൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ പാർക്കിലിറങ്ങി നിഷ വരാൻ 10 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പാർക്കിലിറങ്ങി നടക്കണേ. ഇവിടെ വന്നിരിക്കാന്ന് കരുതുന്നു. നൈസാ, നല്ല പീസ്ഫുള്ളാണ്. ഇപ്പം ഞാൻ പാർക്കിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ പാർക്ക് ഗ്രീനറി ഇതൊക്കെ ഭയങ്കര ഒരു തെറാപ്പി സെഷനാണ് കേട്ടോ. എല്ലാവരും ഒരു ഓഫൊക്കെ കിട്ടുമ്പോൾ പുറത്ത് പോകണം. അതേപോലെ തന്നെ നമ്മൾ ഹ്യൂമൻസ് നാച്ചുറായിട്ട് കണക്ട് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും ഹാപ്പിയോ ഇരിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും നാച്ചുറലിലൂടെ ഈ വാക്ക് ചെയ്യുന്നതൊക്കെയാണ് ഏറ്റവും വലിയ തെറാപ്പി. ഈ നാച്ചുറലിലൂടെ അങ്ങനെ നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ എല്ലാ ഡേയ്സും എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഒന്നെങ്കിൽ റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ റിസർച്ച് എന്ന് മീൻസ് ഈ സയൻറ്റിഫിക് ആയുള്ള സംഭവങ്ങൾ, ലോകത്ത് നടക്കുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സ്, പൊളിറ്റിക്സ്, ഇതെല്ലാം ഞാൻ ഇരുന്ന് ഇങ്ങനെ വാച്ച് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ജിമ്മിൽ പോവുക, അങ്ങനെ ഒരു ടൈം എനിക്ക് വേസ്റ്റായി കളയണക്ക് ഇഷ്ടമില്ല. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. ഞാൻ ബേസിക്കലി കുറച്ചും കൂടി ഒരു ഇൻട്രോവേർട്ട് രീതിയാണ് എൻ്റെത്. വല്ലാണ്ട് അങ്ങനെ ഈ പോയിട്ട് ചറവറ സംസാരിച്ചിട്ടൊരു സമയം കളയാം അങ്ങനത്തെ ഒരു അങ്ങനെയല്ല. അതെനിക്കൊരു വലിയൊരു എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഇന്നർ സെൽഫിന് അത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യുന്നൊരു സംഭവമല്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം ഡീപ്പായിട്ടുള്ള ഇങ്ങനെയുള്ള ഈ നാച്ചുറായിട്ട് കണക്ട് ചെയ്യുന്നത്, ജിമ്മിൽ പോകുന്നത്, പിന്നെ ഒരുപാട് ഇൻഫോർമേഷനും പുതിയ പുതിയ ടെക്നോളജിയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് എടുക്കാറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെയാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക, എന്നെ കൂടുതൽ എനർജറ്റിക് ആക്കുക, റീചാർജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറൻ്റ് ആയിരിക്കും. ചില ആളുകൾ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ചില ആളുകൾ ഇൻട്രോവേർട്ട്, ചില ആളുകൾ മിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ഇൻസ്പയർ ചെയ്യണം എന്താണെന്ന് കണ്ടെത്തുക ലൈഫിൽ. ആ ഹോബി നർച്ചർ ചെയ്യുക, അതിന് വേണ്ടി സമയം ചിലവാക്കുക. അതൊക്കെയാണ് ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലിൻ്റെ ഫസ്റ്റത്തെ ബേസ്മെൻറ്റ് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കി, ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ നടന്ന് നോക്കുമ്പോൾ ഗ്രീൻ പാർക്കിൻ്റെ കുറച്ച് നടന്നൊരു കോർണറിലെത്തിയപ്പോൾ ഇവിടെ ബക്കിംഗ്ഹാം പാലസ് കാണുന്നുണ്ട്. അപ്പോൾ ബക്കിംഗ്ഹാം പാലസിൽ ഇങ്ങനെയും പോകാമെന്ന് ഉള്ള കാര്യം മനസ്സിലായി. ഞാൻ മുൻപ് പോയത് വേറെ വഴിയില്ല. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഒന്ന് കാണിക്കേ. നിഷ അവിടെ വർക്ക് കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അവൾ വരാൻ 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ടൈമുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ നടന്ന് ഇവിടെ ബക്കിംഗ്ഹാം പാലസ് എത്തിയിട്ടോ. എന്താ ബക്കിംഗ്ഹാം പാലസാണ് ബാക്കിൽ കാണുന്നത്. ബാക്കിൽ ക്യൂൻ വിക്ടോറിയൻ്റെ മോണുമെൻ്റ് തോന്നുന്നുണ്ട് ഇപ്പോൾ കാണുന്നത്. ഞാൻ 360 വ്യൂവിൽ വരുമ്പോൾ ബാക്ക് സൈഡിൽ ബക്കിംഗ്ഹാം പാലസും കാണാം. സോ ബ്യൂട്ടിഫുൾ, അടിപൊളി വെതർ. സമ്മർ വെയറിലാണ് നിൽക്കുന്നത്. ഡ്രസ്സിങ് ഒന്നും വിഷയമല്ല, ജാക്കറ്റും കാര്യങ്ങളൊന്നും വാരി വലിച്ചിട്ടുണ്ട്. ലണ്ടനിലേക്ക് വരാൻ പറ്റിയ സമയമാണ് ടൂറിസ്റ്റായിട്ടൊക്കെ. ലണ്ടൻ കാണാൻ മോഹമുണ്ടെങ്കിൽ ആരെങ്കിലും
എങ്ങനെ ഉണ്ടായിരുന്നു വർക്ക്? ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടോ? എന്നിട്ടോ ക്ലാസ് ഇട്ടോ? നല്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കാരണം വെയിലടിക്കുന്നതുകൊണ്ട്. ഞാൻ ഗ്ലാസും സൺക്രീമൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ഫോട്ടോ എടുത്തിട്ട് ഈ പ്രിംറോസ് ഹില്ലിൽ പോകും. അപ്പോൾ അവിടുത്തെ വീഡിയോ ഇനി കാണിക്കുന്ന ശേഷം iPhone 16 Pro ഇപ്പോൾ വീഡിയോ എടുക്കണം. പക്ഷേ നേരത്തെ എടുത്തത് 15+ലാണ്. എൻ്റെ 15+ആ. ഏത് ക്ലിപ്പാണ് ഏറ്റവും നല്ലതെന്നൊന്ന് പറയണേ. അത് 16 തന്നെ ആവുമല്ലോ ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് ഇത് കറുത്തിരിക്കണം പ്രശ്നം. കറുപ്പ് നല്ല കളറല്ലേ? അങ്ങനെ കളറിലൊക്കെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കളർ കറുപ്പ് അങ്ങനെ വെളുപ്പ് അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത്. ഇതില് കാണുമ്പോ മനസ്സിലായോ? അങ്ങനെ ഞാൻ പറഞ്ഞു. ഇത് ഒന്നും കൂടി നാച്ചുറലാണ് എനിക്ക് തോന്നുന്നതാ. ഒന്നും കൂടി നാച്ചുറലായിട്ട് ഒന്ന് ക്യാമറ ഒന്നിക്കുക. ഓക്കെ, ഇപ്പൊ സെറ്റായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മളിവിടെ സെൻറ്റ് ജെയിംസിലാണ് കേട്ടോ ഉള്ളത്. സെൻറ്റ് ജെയിംസ് പാർക്കിൽ. ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്. ഗ്രീൻ പാർക്ക് അല്ലേ? അല്ലത് സെൻറ്റ് ജെയിംസാ. സെൻറ്റ് ജെയിംസിൽ അല്ല, സെൻറ്റ് ജെയിംസിലേക്ക് പോണ ഒരു പാർക്കാണ്. ഗ്രീൻ പാർക്ക് അവിടെയാണ്. ഇത് ഗ്രീൻ പാർക്ക് അല്ല. ഗ്രീൻ പാർക്ക് സ്റ്റേഷൻ അതല്ല കാണുന്നത്. ആണ്. എന്താ നിഷ? ഓക്കെ ഓക്കെ, അവിടെയാണ് ഗ്രീൻ. അതാ പാർക്ക്. എന്തായാലും പാർക്ക് മൊത്തത്തിൽ ഗ്രീൻ ആണ്. അവിടെ ഗ്രീൻ പാർക്ക് എന്ന് പറയുന്നുണ്ടാവും അല്ലേ? അപ്പോൾ കളി ഇങ്ങനെ ആക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്രീൻ പാർക്കിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിഷ വന്നു, നിഷനെ കണക്ട് ചെയ്ത് അങ്ങനെ ഇപ്പോൾ പ്രിംറോസ് ഹിൽ എന്ന് പറഞ്ഞ സ്പോട്ട് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. നോർമലി എല്ലാ ഓഫ് ഡേ കിട്ടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. 2 ഡേ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം വീട്ടിലിരിക്കും, ഒരു ദിവസം പുറത്തിറങ്ങും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യാറ്. കാരണം എപ്പോഴും പുറത്ത് പോകുമ്പോൾ അതൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി കിട്ടാനോ പണി. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നൈസാണ്. പാർക്കിലൊക്കെ പോയി ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ സ്ട്രെസ് ഫ്രീയും ഒരുപാട് ഹാപ്പി ഹോർമോൺസും ഉണ്ടാക്കുന്നതാണ് സയൻസ് വരെ പറയുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങളും എല്ലാ ഓഫ് ഡേയും എന്തെങ്കിലുമൊക്കെ ഒരു മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീൻ പാർക്കിലൂടെ ഇപ്പോൾ നിഷനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. നിഷ വർക്ക് ചെയ്യുന്നത് തൊട്ടടുത്ത് ബക്കിംഗ്ഹാം പാലസ് ആയതുകൊണ്ട് അവിടെയൊക്കെ പോയി കുറച്ച് സമയം അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ ഗ്രീൻ പാർക്ക് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ കയറിയാൽ പോരെ? ഇങ്ങനെ ഈ കോണറിലൂടെ കയറിയാൽ മതി നിഷ. ഞാൻ ബസ്സിൽ കിടന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് വരാം. ഒരു കോഫി കുടിക്കും. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോകും. കോഫി കുടിക്കാം. നല്ല സ്ഥലമല്ലേ അത്? അപ്പോൾ ഞങ്ങളിതാ ഇവിടെ പ്രിംറോസ് ഹില്ലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൂടെ കാണിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ സീനറിയിലെ നിഷ. പിന്നെ നല്ല രസമാണ് ഈ സൺലൈറ്റ്. വിറ്റാമിൻ ഡിയുടെ ഒക്കെ കുറവ് ഒക്കെ ഇതിലൂടെ നികത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇത് കിട്ടുമ്പോൾ വേഗം വാങ്ങിച്ചോളാണോ? അവിടെ വിറ്റാമിൻ ഡി ഒക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഷോപ്പിൽ നിന്ന് മേടിക്കണ്ട നോർമലി. അപ്പം ഇതിന് ഫ്രീ ആയി കിട്ടുമ്പോൾ നമുക്ക് കിട്ടണ അത്രയും നമുക്ക് എടുക്കാം. ബ്യൂട്ടിഫുൾ സൺഷൈൻ. എല്ലാവരും സമ്മറിൻ്റെ ഒരു ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. വെതർ ഇരുന്നിട്ട് കണ്ടോ? എല്ലാവരും ഈ വെതറൊക്കെ എൻജോയ് ചെയ്ത് എല്ലാവരും ഇവിടെ ഗൂഗിൾ മാപ്പ് ഇടാണ് നടക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടോ. നിഷയ്ക്ക് ക്യാമറ കൊടുക്കാം. ലണ്ടൻ ഭയങ്കര പ്രത്യേക സിറ്റി കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. ഇവിടുത്തെ വെതർ ആണെങ്കിലും കാര്യങ്ങളും ഭയങ്കര നൈസാണ്. നോർമലി ഞാൻ എവിടെ പോയാലും ഒരു 6 മന്ത്സിൽ കൂടുതൽ ഞാൻ നിൽക്കുക, അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ടൊക്കെ വീണ്ടും ബാക്ക് ടു സിറ്റി വരണം. പക്ഷേ ലണ്ടനിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളമായി. ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. സിറ്റി എന്നും എക്സൈറ്റിംഗ് ആണ്. എവറി ഡേ ഈസ് എ ന്യൂ ഡേ ഹിയർ. സംതിങ് സ്പെഷ്യൽ.
ബിൽഡിങ് വേറെ തന്നെ രസമല്ല. എവിടെ കാണാൻ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയ പോലെയല്ല. ഞാൻ എൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ബാഗ് ഇക്കാക്ക് കൊടുത്തിട്ടുണ്ട്. വരുന്ന സമയത്ത് ഗിംബലും അതൊക്കെ വെച്ചിട്ടുള്ള ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി പിടിച്ചപ്പോൾ ഭയങ്കര വെയിറ്റ്. അപ്പോൾ അത് കൊടുത്തു. ഞാൻ അങ്ങോട്ട് കൈമാറിയിരിക്കുന്നു. റോസ്, കുറേ റോസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബാക്കിൽ കാണുന്ന പബ്ബാണ്. ഇപ്പോൾ ഈവനിങ് അറൗണ്ട് 6 o'clock ആയി. എല്ലായിടത്തും ഭയങ്കര ബിസിയാണ്. കാരണം ഇവിടുത്തെ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഒത്തുകൂടി എൻജോയ്മെൻറ്റും കാര്യങ്ങളും വർക്കിൽ അന്നത്തെ ദിവസം ഉണ്ടായ കാര്യങ്ങളുള്ള ഡിസ്കഷനും ഒക്കെ. എന്നും വീക്കെൻഡ് ആണ് ഇവിടെ അല്ലേ? ശനി ഞായർ അങ്ങനെ ഒന്നുമില്ല ഇവിടെ. എവറി ഡേ ഈസ് എ ന്യൂ ഡേ ടു സെലിബ്രേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ജീവിക്കും. കാരണം ഇവിടെ ചില ആളുകൾക്ക് മൺഡേ ട്യൂസ്ഡേ ആയിരിക്കും ഓഫ്, ചില ആളുകൾക്ക് വെനസ്ഡേ തേഴ്സ്ഡേ, അങ്ങനെ ഓഫ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കില്ല. പിന്നെ ചിലവർക്ക് ഉണ്ട് ശനി ഞായറൊക്കെ. വീക്കെൻഡ് ആണെങ്കിൽ അവർ മോർണിംഗ് ടു ഡേ സെലിബ്രേറ്റ് ചെയ്യും. അല്ലാത്ത ഡേയ്സ് ആണെങ്കിൽ ആഫ്റ്റർ വർക്ക് ടീമായിട്ട് കൊളീഗ്സ് ആയിട്ട്, അല്ലെങ്കിൽ ചിലർ ഒറ്റയ്ക്ക് ഇപ്പോൾ നേരെ കോഫി അടിക്കുന്ന കോഫി, അല്ലെങ്കിൽ പബ്ബിൽ പോവും. ഇപ്പോൾ ബിയറൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പബ്ബിൽ പോയിരുന്ന് അവിടെ കഥ പറഞ്ഞിരിക്കും, അവിടെ കോഫി കിട്ടും, അവിടെ നിന്ന് കോഫി പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ അവിടെ നല്ല നല്ല പാട്ടൊക്കെ കേട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കഷനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം ബ്യൂട്ടിഫുൾ ലൈഫാണ് ഇവിടെയുള്ള ആളുകൾ. ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് അത് കാരണം കൊണ്ട്. ഓക്കെ റെഡി. അപ്പോൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിരിക്കും ആളുകൾ. സോഷ്യലൈസേഷൻ ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പബ്ബിൽ പോകേണ്ടവർക്ക് പബ്ബിൽ പോവുക, കോഫി ഷോപ്പിൽ പോകേണ്ടവർക്ക് കോഫി ഷോപ്പിൽ പോവുക. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ലണ്ടനിൽ നമ്മളിവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ലക്കിയാണ്. കാരണം നമുക്ക് ഏകദേശം ഡേ ലൈറ്റ് രാത്രി 9 മണി 8:30 മണി വരെയൊക്കെ കിട്ടുന്നുണ്ട്. അത് വളരെ ലക്കിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിന്റർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ നമുക്ക് ഒന്നിനൊരു മൂഡ് ഉണ്ടാവില്ല. പെട്ടെന്ന് വിന്റർ ആയി കഴിഞ്ഞാൽ 4 മണിയാകുമ്പോഴത്തേന് ഇവിടെ ഇരുട്ടാവും. അതുകൊണ്ട് വിറ്റാമിൻ ഡി ഒക്കെ വിൻ്ററിൽ ആളുകൾ സപ്ലിമെൻ്റ് ആയി എടുക്കുക. സമ്മറിലാണെങ്കിൽ ഓപ്പോസിറ്റാണ്. വിൻ്റർ ടൈം വേറൊരു വൈബാണ്. നമ്മൾ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തിറങ്ങുക, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. സമ്മറാണ് ഒന്നും കൂടി കളർഫുള്ള്. ലണ്ടൻ്റെ ബ്യൂട്ടി ഇങ്ങനെ കാണുന്നെങ്കിൽ സമ്മറാണ് ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ സമ്മർ ടൈമിൽ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരും. നമ്മുടെ നാട്ടിലെ സമ്മർ പോലെ അത്ര ചൂട് ഉള്ള സമ്മറല്ല ഇവിടുത്തെ സമ്മർ എന്ന് പറഞ്ഞാൽ ഐസ് വെതറാണ്. ഒരു ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഇല്ലേ, എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടമുള്ള ക്ലൈമറ്റ് ബാംഗ്ലൂരിലെ ക്ലൈമറ്റ്. ആ ഒരു ക്ലൈമറ്റാണ് ലണ്ടനിലെ സമ്മർ. സംതിങ് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തിയിട്ട് നമ്മൾക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം നിഷ കേട്ടോ. അവസാനം ഞങ്ങൾ ഗസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടോ പ്രിംറോസ് ഹില്ല്. ഇതിന്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല സിറ്റി വ്യൂ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ നല്ല നൈസ് വ്യൂ എന്നാ പറയുന്നത്. പോയി നോക്കാം അല്ലേ നിഷ? ഭയങ്കര നൈസ് പാർക്ക് കിട്ടും ഇവിടെ ലണ്ടനിൽ തന്നെ ഒരുപാട് എക്സ്പ്ലോർ കാണുമ്പോ. ഒരു ലണ്ടനിലെ നോർമൽ പാർക്ക് പോലെ അല്ല, ഒരു വേറൊരു പാർക്ക് അല്ലേ, ഒരു വെറൈറ്റി പാർക്ക്. ഇത് അത് ബാക്ക് വ്യൂ എടുത്തിട്ട് നമ്മളിങ്ങനെ കയറുന്ന അത് കാണിച്ചു കൊടുത്ത നിഷ. ഉണ്ടോ അത് അവിടെ ആ വ്യൂ കണ്ടോ നിങ്ങള്? പക്ഷെ ഫോണിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതങ്ങനെ സ്ലോപ്പായി അങ്ങനെ കയറി പോവാണത്. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ പ്രിംറോസിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് സെൻട്രൽ ലണ്ടനിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ്. കണ്ടില്ലേ, വേറെ ലെവൽ വ്യൂ ആട്ടോ അവിടെ. ഇരിക്കുന്ന ആളുകൾക്ക് ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഇവിടുന്ന് നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ നോർമലി എല്ലാ സ്ഥലത്തും ഇറങ്ങാറുണ്ട്, പക്ഷെ ഇതൊരു പുതിയ ഒരു കണ്ടുപിടുത്തമാണ് ഈ പ്രിംറോസ് ഹില്ല്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോ എടുക്കാനൊക്കെ ചിലപ്പോൾ ഇവിടെ വരുന്ന ഒരുപാട് പേരുണ്ടാവും ലണ്ടനിൽ, പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു. വേറൊരു മൂഡ് അല്ലേ, ഭയങ്കര റിലാക്സിങ്. സിറ്റി ഇങ്ങനെ കാണുന്നത്, അതേസമയം നാച്ചുറലി പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്ത് വേറെ തന്നെ ഒരു വൈബ്. നമ്മളിവിടെ വരുന്ന കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് കരുതുന്നത്. ഓക്കെ, അതിനിടയ്ക്ക് നല്ല എന്തെങ്കിലും നല്ല എന്തെങ്കിലും ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ വീഡിയോ ഓണാക്കി കാണിക്കുക. കൂടുതലും ഈ കാഴ്ചകൾ കാണുന്ന മാത്രമല്ല, നമ്മുടെ മനസ്സിലുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി വീഡിയോയിൽ പറയാമെന്ന് കരുതുന്നു. അതാവുമ്പോൾ നമുക്കൊരു റിഫ്ലക്റ്റ് ചെയ്യാനുള്ള റെഫറൻസിനുള്ളൊരു മെമ്മറിയും കൂടി ആയിരിക്കില്ല ഈ വീഡിയോ. സംതിങ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കരുതുന്നു. ഓക്കെ, കാണുന്നുണ്ടാവില്ല, ട്രയാങ്കിൾ ഷേപ്പിൽ ബിൽഡിംഗ് ആണ്. അതാണ് ഷാർഡ് എന്ന് പറയും. നമ്മുടെ ഖത്തർ ഗവൺമെൻറ് ബിൽഡിംഗ് തോന്നുന്നുണ്ട് അത്. ഭയങ്കര ലക്ഷറി ബിൽഡിംഗ് ലണ്ടനിൽ. സെൻട്രൽ ലണ്ടനിലെ ഒരുവിധം ബിൽഡിങ്സൊക്കെ നമുക്ക് ഈ ഒരു വ്യൂ നിന്ന് കാണാം കേട്ടോ. ഈ പ്രിംറോസിൽ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരേ സമയം ഗ്രീനറിയും സിറ്റിയും. അതാണ് ഇവിടുത്തെ ഒരു വൈബ് അല്ലേ നിഷ? ഞാൻ നിഷയും കുറച്ച് സമയം ഇവിടെ ഈ പാർക്കിൽ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഗ്രീനറിയാണ്. അതും കൂടി കാണിച്ചത് ഇവിടെ കുന്നിൻ്റെ മേലെ ഞങ്ങൾ എടുക്കുന്നത് ആ ഒരു ഷോട്ടും കൊടുക്കുക. ഫോണിൽ ബാറ്ററി കുറവാണ്, ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചു ഉണ്ടാവില്ല. വീഡിയോ നോക്കട്ടെ, പവർ ബാങ്ക് ചാർജ് ഉണ്ടോ ഇല്ല നമുക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും കൂടി ഒന്ന് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു. ഞങ്ങൾ അവിടെ പോയിരുന്ന് കഥ പറഞ്ഞ് ഇരിക്കാൻ പോയി നിഷ. നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നത്. ചാർജ് കുറവാണ് ഫോണിൽ. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നു തോന്നുന്നില്ല, അറിയില്ല എങ്ങനെയാണ്. അത് വീഡിയോയിൽ കാണിക്കാം. ഇക്ക ഇതിൻ്റെ കാണുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തോന്നുന്നുണ്ട് അല്ലേ? ബക്കിംഗ്ഹാം പാലസിന്റെ അവിടെ നിന്ന് കുറച്ച് ഓക്കെ, ഞാൻ ഇങ്ങനെ വീഡിയോ ഇഷ്ടമല്ല.